Assalamualaikum, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഡ്രീം കേക്ക് ആണ്. അപ്പോൾ എൻ്റെ കസിൻ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഓളാണ് കേക്ക് ശരിക്കും ഉണ്ടാക്കുന്നത്. ഓക്കെ, കേക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാം. അക്കാണ് കേക്കിൻ്റെ ABCD പോലും അറിയില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് മൈദപ്പൊടി എന്ത് ചെയ്യണം, സിഫ്റ്റ് ചെയ്തെടുക്കണം. അതിൽ 2 ടേബിൾ സ്പൂൺ മൈദ മൈനസ് ചെയ്യണം. ഇത് കൊക്കോ പൗഡർ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് അത്. എന്നിട്ട് കൊക്കോ പൗഡർ അടക്കാം. കൊക്കോ പൗഡർ അടക്കാതാണ് കൊക്കോ പൗഡർ. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് സൈഡിൽ വെക്കാം. ഇനി ഒരു ബൗൾ എടുക്കണം. എന്നിട്ട് 4 മുട്ട. ഇനി 4 മുട്ട ഇടയിലേക്ക്. ഇനി 1.5 ടേബിൾ സ്പൂൺ പാൽ വയ്ക്കാം. ഇനി ഒരു പിഞ്ച് ഓഫ് സാൾട്ട് ആഡ് ആക്കണം. ഇനി 1 ടീസ്പൂൺ വനില എസൻസ്. ഇനി ഇത് ബീറ്റ് ആക്കിയിട്ട് എടുക്കണം. കുറച്ച് ബീറ്റ് ആക്കിയതിന് ശേഷം 3/4 കപ്പ് പഞ്ചസാര ആഡ് ആക്കണം. പഞ്ചസാര കുറേശ്ശായിട്ട് ആഡ് ആക്കിയാൽ മതി, ഒറ്റയടിക്ക് ആഡ് ആക്കാൻ നിൽക്കണ്ട. ഇനി ഈ ബീറ്റ് ആക്കി ഈ എഗ് മിക്സിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ വെറ്റ് മിക്സിലേക്ക് ഡ്രൈ മിക്സ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനെ മിക്സ് ആക്കാം. ഇനി ബാറ്റർ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാറ്റർ സ്ക്യൂവറോടൊന്ന് ഇങ്ങനെ ആക്കണം. ഒന്ന് ടാപ്പാക്കി എടുക്കാം. ഇനി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് ഒരു 35 മിനിറ്റ്സ് എടുത്ത് വെക്കണം. അപ്പൊ കേക്ക് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഗൈസ്. ഇനി പീലാക്കി സ്പോഞ്ച് കേക്ക് നേരെ പീലാക്കും. ഇനി അടുത്തത് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കലാണ്. നമ്മൾ ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം ഇനി വിപ്പ് ചെയ്തെടുക്കലാണ് അടുത്തത്. വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് നമുക്ക് മെൽട്ടാക്കാം. ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ചോക്ലേറ്റ് മെൽട്ടാക്കുന്നത്. നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് മെൽട്ടാക്കിയിട്ടുള്ള ഒരു ലെയറും പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ആക്കാനാണ് കേട്ടോ. അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് നല്ലോണം മെൽട്ടായി കിട്ടി. ഇനി ഇതാ ഡാർക്ക് ചോക്ലേറ്റ് മെൽട്ടാക്കുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ആക്കുന്നതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ക്രീം ഒഴിക്കണം. അങ്ങനെ ഇതാ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷും സെറ്റായി വന്നിട്ടുണ്ട്. ഡ്രീം കേക്കിൻ്റെ ആ ടിന്നിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കേക്കിൻ്റെ മോഡിൽ തന്നെ നമ്മൾ സെറ്റാക്കുന്നതാണ്. ഫസ്റ്റ് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് കുറച്ച് നല്ലോണം തന്നെ ഒഴിച്ച് കൊടുക്കണം. നല്ല പാല് മോയിസ്റ്റ് കേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മളത് 7 ലെയർ ട്രോട്ട് കേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇപ്പോൾ കേക്ക് വെച്ച്, സെക്കൻഡ് ലെയർ ഇപ്പോൾ ഷുഗർ സിറപ്പ്, ഇനി 3rd ലെയർ വിപ്പിംഗ് ക്രീമാണ്. നല്ല സിപ്പായി നീ ഇതെടുക്കും.
ഓഫ്. അപ്പം ഇതാ ക്രീമെല്ലാം സെറ്റാക്കി കഴിഞ്ഞ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നട്ട്സ് എല്ലാം നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ആക്കിയിട്ടുള്ളത് പിസ്താവും വാൾനട്ടും, അത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഇടാം. ഇനി 5th ലെയർ ആയിട്ട് ചോക്ലേറ്റ് ഗനാഷാണ് വെക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒരു ലെയർ നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ അറിയാണ്ട് നട്ട്സ് ഇട്ടതാണ്. പിന്നെ എത്ര ലെയർ ആവും ഇപ്പോൾ ടോട്ടൽ? 8 ലെയർ ചോക്ലേറ്റ് റോൾ കേക്ക് ആവും. നട്ട്സിൻ്റെ 2 ലെയർ ആക്കി. ഇനി ഇതിലേക്ക് മെൽറ്റഡ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത ലെയറായിട്ട്. ഇനി ഫൈനലായിട്ട് 7th ലെയർ കൊക്കോ പൗഡറാണ്. അല്ലെങ്കിൽ ഇത് ഇടുന്നതായിരിക്കും. അപ്പം ഇതാ പിറ്റേ ദിവസമായി നമ്മൾ കേക്ക് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. നല്ല തണുത്തിട്ട് അടിപൊളിയായിട്ട് കാണാൻ. ഇനി അടുത്തത് തുമ്മലാന്ന് പുളറല്ലതാ ആർത്തിച്ചിട്ട് നിൽക്കുന്നുണ്ട്. എന്തൊരു കല്യായോ പറഞ്ഞിട്ടപ്പോഴാ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാവും. പിന്നെ തന്നെ ഓവല് ആർക്കും വേണ്ട വസ്തു തോൽ കൊടുത്തേ വേണ്ട മോമ്മനോട് അടി പോയാ എങ്ങനെയുണ്ട്? അതെന്ത് ടേസ്റ്റ് സാറല്ലേ? എത്ര ടേസ്റ്റ് ഉണ്ട്? കേട്ടോ 10 7ആ? അതെന്താ? അർസാനം എടുക്കും. ടേസ്റ്റ് ഒന്നും ഉണ്ടല്ലോ. അതേ